7-ാം മാസത്തെ ചടങ്ങു നടത്തുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഒരു മുഖവുരയും കൂടാതെ അവനെ നേരിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ആമി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എനിക്കിതുപോലുള്ള ചടങ്ങിനോടൊന്നും താല്പര്യമില്ല. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗൗരവത്തിൽ അത് പറഞ്ഞതിനു ശേഷം ആമി അവിടെ നിന്ന് എണീറ്റ് ബെഡിലേക്ക് കിടന്നു. യാദവും അവളെയൊന്ന് നോക്കി എഴുന്നേറ്റു. ബെഡിലേക്ക് കാൽ നീട്ടിയിരുന്നതിനു ശേഷം ആമി ഹെഡ് റെസ്റ്റിലേക്ക് ചാഞ്ഞിരുന്നു. അതേസമയം തന്നെ അവളുടെ അടുത്തേക്ക് വന്നിരുന്ന അവളുടെ കാൽ തൻ്റെ മടിയിലേക്ക് വെച്ച് തടവി തുടങ്ങിയിരുന്നു അവൻ. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടി കാല് പിന്നിലേക്ക് വലിക്കാൻ ആമി നോക്കിയെങ്കിലും യാദവ് അതിനനുവദിക്കാതെ അവൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. നാളെ മോർണിംഗ് 6-ന് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. സോ നേരത്തെ പോകണം. പിന്നെ ഇന്നലത്തേതുപോലെ ഇന്ന് നിനക്ക് രാത്രി കാൽവേദന വന്നാൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഐ ആം സോ ടയേർഡ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കാൽ തടവി തരാം. താൻ കിടന്നുറങ്ങിക്കോ. അത് ഇന്ദു അമ്മയ്ക്ക് പ്രായമായി. നമ്മുടെ ബെഡ്റൂമിലേക്ക് ആരെയും കയറ്റാനും തന്നെ പുറത്തു വിടാനും ഞാൻ സമ്മതിക്കില്ല. ആദ്യം എതിർത്തെങ്കിലും പിന്നെ അവൻ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ആമി എതിരൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ അവൾക്കിപ്പോൾ തന്നെ കാലുവേദന തുടങ്ങിയിരുന്നു. പോരാത്തതിന് അവൻ ഇതുപോലെ കാല് പിടിച്ചു തരുമ്പോൾ നല്ല സുഖം തോന്നിയിരുന്നു അവൾക്ക്. പതിയെ ഡ്രസ്സിനോട് ചേർന്ന് കിടന്ന് അവൾ ഉറങ്ങിയതും യാദവ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ അവളെ ബെഡിലേക്ക് കിടത്തി. പിന്നെ അവനും അവളോട് ചേർന്ന് കിടന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. കാലത്ത് മുതൽ ഓഫീസിലുള്ള വർക്കും അത് കഴിഞ്ഞ് ആമിയെ കൊണ്ടുള്ള നടക്കാൻ പോകലും എല്ലാം കഴിഞ്ഞ് രാത്രിയിലുള്ള കാലുപിടുത്തവും ഒക്കെയായി ഓരോ ദിവസവും മുൻപോട്ട് പോയി. ഇതിനിടയിൽ ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ആമിക്ക് അസ്വസ്ഥതയും കൂടി വന്നു. ഒരു ദിവസം പതിവ് പോലെ ആമി രാവിലെ എഴുന്നേറ്റതും ഇന്ദു അമ്മ അവളുടെ അടുത്തേക്ക് വന്നു. ഉറക്കത്തിൽ നിന്നുണർന്ന ഉടനെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഇന്ദു അമ്മയെ അവൾ സംശയത്തോടെ ഒന്ന് നോക്കിയതും ഇന്ദു അമ്മ അവളെ നിർബന്ധിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. മഞ്ഞളും ചെറുപയറുപൊടിയും ചേർത്ത് അവളെ കുളിപ്പിച്ചതിന് ശേഷം ആമിയുടെ വിവാഹവേഷം വിവാഹവസ്ത്രവും ധരിപ്പിച്ച് അവളെ സുന്ദരിയാക്കി. അന്ന് കല്യാണത്തിനൊടുത്ത അതേ സിമ്പിൾ സെറ്റ് സാരിയും അതിന് ഗോൾഡൻ കളറിലോ ബ്ലൗസും മിതമായ ഒരുക്കവും പിന്നെ വിവാഹത്തിന് യാദവ് അവൾക്ക് വേണ്ടിയെടുത്ത ഗോൾഡുമായിരുന്നു അവളുടെ വേഷം. ഒരുക്കമെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇത് 7-ാം മാസത്തിലെ ചടങ്ങിന് വേണ്ടിയാണെന്ന് ആമിക്ക് മനസ്സിലായത്. തനിക്കിതിനൊന്നും താല്പര്യമില്ലെന്ന് ആമി പറഞ്ഞുവെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാതെ ഇന്ദു അമ്മ അവളെ അണിയിച്ചൊരുക്കി. വീണ്ടും അതേ വിവാഹത്തിൽ അവളെ സുന്ദരിയായി ബ്ലൗസും കുറച്ച് ടൈറ്റായതുകൊണ്ട് വേറെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിരുന്നു. ഒരുക്കം കഴിഞ്ഞപ്പോൾ അന്നത്തേതിനേക്കാൾ അവൾക്ക് സൗന്ദര്യം തോന്നിയിരുന്നു. ഇന്ദു അമ്മ ഒരിക്കൽ അവളെ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പതിവിന് വിപരീതമായി എന്തൊക്കെയോ മാറ്റങ്ങൾ അവൾക്ക് തോന്നി. എന്നാൽ പ്രതീക്ഷിക്കാതെ കാളിയാർ മഠം മുഴുവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ കുടുംബം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അണിഞ്ഞൊരുങ്ങി വരുന്നവളെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു. എല്ലാവരും സന്തോഷത്തോടെ ആമിയെ നോക്കി ചിരിച്ചു. പ്രതീക്ഷിക്കാതെ അവരെ കണ്ടപ്പോൾ അവൾ ഒന്ന് പകച്ചുവെങ്കിലും അവളുടെ കണ്ണുകളും സന്തോഷത്തിൽ വിടർന്നിരുന്നു. ആമിയുടെ കണ്ണുകൾ അപ്പോഴാണ് അവർക്ക് ചുറ്റും സഞ്ചരിക്കുന്ന വീട് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നതിനും ഒപ്പം അവർക്ക് മുൻപിലുള്ള ഒരു വലിയ ടേബിൾ പല നിറത്തിലുള്ള പലഹാരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഇതേ അവസ്ഥ തന്നെയായിരുന്നു അവരിലും. സെറ്റ് സാരി ഉടുത്ത് സുന്ദരിയായി വരുന്ന ആമിയെ കണ്ടതും അതുവരെ അവർക്കിടയിൽ അക്ഷമമായി കാത്തിരുന്ന സ്ത്രീജനങ്ങളെല്ലാം ചെറിയമ്മമാർ ഉൾപ്പെടെ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ ആമിയുടെ അടുത്തേക്ക് പോയി. അവളെ തങ്ങളോട് ചേർത്ത് പിടിച്ച ശേഷം പറയാൻ നിന്നവരെ തടഞ്ഞുകൊണ്ട് ഇന്ദു അമ്മ പതിയെ പിടിച്ചു ചെയറിലേക്കിരുത്തി. അവൾക്ക് മുൻപിൽ പലതരത്തിലുള്ള വിഭവങ്ങൾ നിരന്നതും ആമിയുടെ കണ്ണുകൾ ആ പലഹാരത്തിലേക്ക് നീണ്ടു. ആമയ്ക്ക് മധുരം കൊടുക്കാൻ സമയമായതും എല്ലാവരുടെയും കണ്ണുകൾ യദുവിനെ തിരഞ്ഞു. എന്നാൽ ആ സമയത്ത് തന്നെയാണ് പുറത്തെന്തോ മീറ്റിങ്ങിലായിരുന്ന യാദവും സേവിയറും അകത്തേക്ക് കയറി വരുന്നത്. ഒരു വേള പടി കടന്നു വന്ന യാദവ് ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ആമിയെ കണ്ടതും ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും കഴിയാത്തതുപോലെ സ്റ്റെക്കായി നിന്നു. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കിയിരുന്നു. ആ വിവാഹ വസ്ത്രത്തിൽ അവൾക്ക് അന്നത്തെ വിവാഹ ദിവസത്തേക്കാൾ സൗന്ദര്യമുള്ളതുപോലെ തോന്നി അവന്. കുറച്ച് തടിച്ചൊന്ന് കൂടെ നിറം വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചത് വീർത്തുന്തി നിൽക്കുന്ന ആ വയറിലേക്കാണ്. യദു, മുത്തശ്ശൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് താനിപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുവാണ് എന്ന് അവൻ ഓർമ്മിച്ചത്. പെട്ടെന്ന് അവളിൽ നിന്ന് തൻ്റെ കണ്ണുകൾ അടർത്തി മാറ്റി പതിവ് ഗൗരവമുഖത്ത് വരുത്തി അവൻ മുത്തശ്ശനെ നോക്കി. യദു, നീ തന്നെ ആമിക്ക് ആദ്യം മധുരം കൊടുക്ക്. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും 2 പേരുടെയും കണ്ണുകൾ പരസ്പരം ഒന്ന് കുരുത്തു. ആമിയുടെ കണ്ണുകളും അവനിൽ തന്നെയായിരുന്നു. കറുത്ത ഷർട്ടും ഒരു വെള്ള കളർ മുണ്ടുമാണ് അവൻ്റെ വേഷം.
നീട്ടി വളർത്തിയ മുടി പുറകിലേക്ക് ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുഖത്ത് ഗൗരവമാണെങ്കിലും ആ കണ്ണുകളിൽ നിന്നൊരു പ്രത്യേക തിളക്കം തോന്നി. യാദവിൻ്റെ കണ്ണുകൾ ആമിയിൽ തന്നെ ആയിരുന്നു. അവളുടെ മുഖത്തെ ഭാവങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അവൻ. എന്നാൽ ആമിയിൽ നിന്ന് പ്രതികരണമൊന്നുമില്ലെന്ന് തോന്നിയതും യാദവ് അവളുടെ അടുത്തേക്ക് പോയി. അപ്പോഴും എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ അത്രയും അകൽച്ച അവരുടെ ഇടയിലില്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിയത് കൊണ്ടാണ് യാദവിനോട് ആദ്യം തന്നെ മധുരം കൊടുക്കാൻ പറഞ്ഞത്. എന്നാൽ ആമി അതിനെ എതിർക്കുമോ എന്നൊരു ഭയം അവരിൽ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. നിരത്തി വെച്ചിരിക്കുന്ന പലഹാര പാത്രങ്ങളിൽ നിന്ന് യാദവ് ഒരു ഗൾ തൻ്റെ കയ്യിലെടുത്തു. ആമിയെ ഒന്ന് നോക്കിയതിനു ശേഷം അത് അവൾക്ക് നേരെ നീട്ടുമ്പോൾ ആദ്യമായി അവൻ്റെ കൈകളിൽ ചെറിയ വിറയൽ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആമി ആ ലഡു കഴിച്ചത്. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു. വിശ്വസിക്കാൻ കഴിയാതെ തല ഉയർത്തി നോക്കിയപ്പോൾ അവനെ നോക്കാതെ മറ്റങ്ങ് നോക്കി നിൽക്കുവാണ് ആമി. ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കാളിയാർ മഠത്തിലെ മറ്റുള്ളവരും. ആമിയുടെ ഈ പ്രവൃത്തി അവരുടെ ഇടയിലുള്ള ആ വലിയ വിള്ളലിൻ്റെ ആഴത്തെ കുറക്കുന്നത് പോലെ തോന്നി അവർക്ക്. തൻ്റെ കയ്യിൽ നിന്ന് ആമി മധുരം സ്വീകരിച്ചതും സന്തോഷത്തിൽ അവൻ്റെ ചുടുക്കിലിൽ ആർക്കും പെട്ടെന്ന് കാണാൻ കഴിയാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഉടനെ അത് മറച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ കരുതിയ ബോക്സിൽ നിന്ന് അവൾക്ക് വേണ്ടി അവൻ കരുതിയ സമ്മാനം അവൻ പുറത്തെടുത്തു. അല്പം മുൻപ് വരെ ഇത് അവൾക്ക് നൽകണോ എന്ന് ചിന്തിച്ചിരുന്നത് ഇത് കൊടുക്കാൻ പറ്റിയ സമയം ഇതാണെന്ന് ആ നിമിഷം തോന്നി അവന്. ഒന്നും ചിന്തിക്കാതെ ആരെയും നോക്കാതെ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ഒപ്പം നിലത്ത് വെച്ചിരുന്ന ആമയുടെ കാലെടുത്ത് അവൻ തൻ്റെ മടിയിലേക്ക് വെച്ചു. പിന്നെ ബോക്സ് തുറന്ന് അതിനകത്തുള്ള ചെറിയ മണികളുള്ള എന്നാൽ വലിയ ശബ്ദത്തിലല്ലാതെ കിലുങ്ങുന്ന ആ ചെറിയ സ്വർണ്ണ കൊലുസെടുത്ത് അവളുടെ കാലിലേക്ക് അണിയിച്ചു കൊടുത്തു. പെട്ടെന്നുള്ള യാദവിൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിയിരുന്നു അവൾ. പ്രതീക്ഷിക്കാതെ നിലത്തിരുന്നവൻ്റെ തൻ്റെ കാലുകൾ എടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചതും അവളുടെ കണ്ണുകൾ അവനിലേക്ക് പോയി. എന്നാൽ അവളെ ശ്രദ്ധിക്കാതെ അവളുടെ കാലുകളിൽ പാദസരം അണിയുന്ന തിരക്കിലായിരുന്നു അവൻ. തൻ്റെ കാലിലെത്തിയ തണുപ്പറിയുന്നെങ്കിലും വീർത്തു നിൽക്കുന്ന വയറ് കാരണം കുനിഞ്ഞിരിക്കുന്ന യാദവിനെ മാത്രമേ അവൾക്ക് കാണാൻ സാധിച്ചുള്ളൂ. എന്നാൽ പാദസരം അണിയിച്ച് അവളിൽ നിന്ന് യാദവ് അടർന്നു മാറിയതും ഉടനെ ആമി തൻ്റെ കാൽ പതിയെ ഉയർത്തി അതിലേക്ക് നോക്കി. തൻ്റെ വെളുത്ത് ചുവന്ന അല്പം തടിച്ചു നിൽക്കുന്ന കാലിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ആ സ്വർണ്ണ കൊലുസ് കണ്ടതും ആമിയുടെ കണ്ണുകൾ വിടരുന്നതിനോടൊപ്പം അവളുടെ ചൊടിയിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ആ നിമിഷം വിടർന്ന കണ്ണുകളോടെ തൻ്റെ കാലിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ആമിയെ കണ്ടതും അവൻ്റെ ഉള്ളിലും സന്തോഷം നിറഞ്ഞു. എല്ലാവരുടെ കണ്ണുകളും അവരിൽ തന്നെയായിരുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു യാദവാമിയുടെ കാലിലേക്ക് പാദസരം അണിയിച്ചു കൊടുത്തത്. എന്നാൽ അവരെ അതിനേക്കാൾ അത്ഭുതപ്പെടുത്തിയതും സന്തോഷിപ്പിച്ചതും അത് സന്തോഷത്തോടെ സ്വീകരിച്ച ആമിയുടെ പ്രവൃത്തിയാണ്. ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ആമിയുടെ യാദവിൻ്റെയും സന്തോഷം കണ്ടതും അവരുടെ മനസ്സും നിറഞ്ഞു. യാദവ് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റതും മുത്തശ്ശിയും മുത്തശ്ശനും ഉൾപ്പെടെ ഓരോരുത്തരെ ആമിക്ക് മധുരം സമ്മാനം നൽകി. ആദ്യം താല്പര്യമില്ലാതെയാണ് ആമി ഇരുന്നതെങ്കിലും ഓരോരുത്തരും അവൾക്ക് കൊടുത്ത സമ്മാനവും മധുരവും അവൾ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. ആ ചടങ്ങ് അവളിൽ വല്ലാത്ത സന്തോഷം നിറച്ചിരുന്നു. അവളെ അത് ഒരുപാട് സന്തോഷവതിയാക്കി. ചെറിയമ്മമാരും ലച്ചു ഉൾപ്പെടെയുള്ള എല്ലാ സഹോദരങ്ങളും കഴിഞ്ഞ യാദവിൻ്റെ കണ്ണുകൾ ആ ഹാള് മുഴുവൻ ഒരാളെ തിരയുകയായിരുന്നു. അവസാനം അവിടെ എവിടെയും അയാളെ കാണാതായതും അവൻ വില്ലയ്ക്ക് പുറത്തേക്കിറങ്ങി. അവിടെ അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് സെക്യൂരിറ്റി ഗാർഡിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സേവ്യറിലാണ്. സേവ്യർ, ഗാംഭീര്യത്തോടെ യാദവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും അതുവരെ തൻ്റെ ജോലിയിൽ മുഴുകിയിരുന്ന സേവ്യർ തിരിഞ്ഞു നോക്കി. തനിക്ക് പുറകിൽ നിൽക്കുന്ന യാദവിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയത്. അവനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് വാ എന്ന് പറഞ്ഞു. അതുമാത്രം പറഞ്ഞുകൊണ്ട് യാദവ് വില്ലക്കകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അകത്തേക്ക് വരുന്ന യാദവിനെ അവന് പുറകെയായി വരുന്ന സേവ്യറിലേക്കും എല്ലാവരുടെ ശ്രദ്ധ പോയി. ഒരു നിമിഷം തൻ്റെ നേർക്ക് വരുന്ന സേവ്യർ ലച്ചുവിൻ്റെ കണ്ണുകൾ ഉടക്കിയതും അവനൊന്ന് വിടർന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവൻ നിറയുകയും ചെയ്തു. സേവി, ഇനി നീ മാത്രമാണ് ആമിക്ക് മധുരം കൊടുക്കാനുള്ളത്, വേഗം. പതിവ് ഗൗരവത്തിലുള്ള തൻ്റെ ആജ്ഞസ്വരത്തിൽ യാദവ് പറഞ്ഞതും അതുവരെ കല്ല് പോലെ നിന്നവനിൽ ഒരു തരിപ്പുണ്ടായി. സർ. വിശ്വസിക്കാൻ കഴിയാതെ സേവി യാദവിനെ വിളിച്ചതും അവൻ്റെ ഗൗരവമുള്ള ശബ്ദം വീണ്ടും ഉയർന്നു. സേവി, ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് ആമിക്ക് മധുരം കൊടുക്കാൻ മറ്റാരേക്കാളും യോഗ്യൻ നീ തന്നെയാണ്. നിനക്കതിനുള്ള എല്ലാ അവകാശവും യോഗ്യതയുമുണ്ട്. എൻ്റെയും ആമിയുടെയും സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് നീ അത് ചെയ്യണം. സേവ്യറിനെ നോക്കി പതിവ് ഗൗരവത്തിൽ യാദവ് പറഞ്ഞതും എന്തിനെന്നറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാളിയാർ മഠത്തിലുള്ളവർ എല്ലാവരും അവനോടൊരു സഹോദരൻ്റെ സ്നേഹവും പരിഗണനയും കൊടുക്കാറുണ്ട് എങ്കിലും അതൊന്നും അവനെ ഇത്രത്തോളം സന്തോഷിച്ചിട്ടില്ല.
കാരണം അവൻ മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നത് യാദവിനെയാണ്. അതറിയാമെങ്കിലും അവനോടുള്ള സ്നേഹം യാദവ് പ്രകടിപ്പിക്കാറില്ല. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇതാദ്യമായാണ് അവനിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം പോലും. അപ്പോഴും യാദവിനെ മുൻപിൽ ഒന്നും മിണ്ടാതെ കണ്ണു നിറച്ചു നിൽക്കുന്ന സേവ്യറിനെ കാണി അവന് മനസ്സിലാക്കുകയായിരുന്നു സേവ്യറിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് യാദവൻ്റെ കൈപിടിച്ച് ആമിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തിയത്. സേവി അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുന്നവനെ നോക്കി തൻ്റെ പതിവ് ഗൗരവത്തിൽ ചോദിച്ചതും അവനെ നോക്കിയൊന്ന് തല കാണിച്ചുകൊണ്ട് സേവ്യർ ആമിക്ക് നേരെ തിരിഞ്ഞു. തൻ്റെ മുൻപിൽ നിരത്തി വെച്ചിരിക്കുന്ന തലത്തിൽ നിന്ന് ഒരു ജിലേബി എടുത്ത് ആമിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സേവ്യൻ്റെ കൈകൾ ആമിക്ക് നേരെ നീണ്ടതും ഒരു പുഞ്ചിരിയോടെ അവളും അത് വാങ്ങിക്കഴിച്ചു. ആമിക്കന്ന് മധുരം കൊടുത്ത ഉടനെ എഴുന്നേൽക്കും നിന്നപ്പോഴാണ് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ എന്നവൻ ഓർത്തത്. പിന്നെ വേഗം കുനിഞ്ഞ് തൻ്റെ കഴുത്തിലുള്ള നേരിയ സ്വർണ്ണ ചെയിൻ അഴിച്ചെടുത്ത് അതിലേക്ക് നോക്കി. വളരെ ഭാരം കുറഞ്ഞ ആ നേരിയ ചെയിനിൻ്റെ അറ്റത്തൊരു ചെറിയ പൊന്നിൻ കുരിശുണ്ട്. സേവ്യറിൻ്റെ അമ്മ ഭ്രാന്താശുപത്രിയിൽ വെച്ച് മരിക്കുമ്പോൾ അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ആ മാല മാത്രമാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ഒരു നിധി പോലെയാണ് അവനത് കാത്തു സൂക്ഷിച്ചത്. അതിലേക്ക് പിന്നെ നോക്കിയതിനു ശേഷം സേവ്യർ അതിൽ നിന്ന് ആ പൊന്നിൻ കുരിശ് അഴിച്ചു മാറ്റി. എന്നിട്ട് ആമിയുടെ കയ്യിലേക്ക് അത് ചുറ്റി കൊളുത്തു. അവസാനം ആ ചെയിൻ ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന് പൊന്നും കുരിശ് തൂക്കിയിട്ട് കൊടുത്തു. എല്ലാവരും സേവ്യറിൻ്റെ ഈ പ്രവൃത്തി അത്ഭുതത്തോടെയാണ് നോക്കിയത്. എന്നാൽ യാദവിന് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അവനറിയാം സേവ്യറിനെ മറ്റാരെക്കാളും. സേവ്യർ കൂടി കഴിഞ്ഞതോടെ ഇന്ദു അമ്മ അവൾക്ക് മധുരം കൊടുത്തു. സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്നും ഇന്ദു അമ്മ അവൾക്ക് മധുരം കൊടുത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. സദ്യ ഇന്ദു അമ്മ തന്നെ ഉണ്ടാക്കിയിരുന്നു. യാദവ് കാറ്ററിംഗുകാരെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും തന്നെ കൊണ്ട് എല്ലാം ഉണ്ടാക്കിക്കോളാം, സഹായത്തിന് ഒരാളെ നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു ഇന്ദു അമ്മ. ഈ പ്രായത്തിലും എല്ലാ വിഭവങ്ങളും വെച്ചുണ്ടാക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയെ ആമിയും യാദവും അവരോടുള്ള സ്നേഹവുമായിരുന്നു. ഓരോരുത്തരം വിഭവങ്ങളും എല്ലാവർക്കും വിളമ്പി കൊടുക്കുമ്പോൾ ആമി തന്നെ ഇന്ദു അമ്മയെ അവരുടെ കൂടെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി. 3 കൂട്ടം പായസം കൂട്ടിയുള്ള സദ്യ കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും മനസ്സും വയറും നിറഞ്ഞിരുന്നു. ഇന്ദു അമ്മയോട് യാത്ര പറഞ്ഞ ആമി വീടിന് പടിയിറങ്ങാൻ തയ്യാറായി. അപ്പോഴേക്കും കാളിയാർ മഠത്തിലുള്ളവർ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പടി കടക്കുന്നതിന് മുൻപ് ആമിയുടെ കണ്ണുകൾ വീട് മുഴുവൻ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. അവസാനം അവളുടെ കണ്ണുകൾ ഫോണുമായി പുറത്തു നിൽക്കുന്നവനിൽ തങ്ങി നിന്നതും ആ കണ്ണുകളൊന്ന് വിടർന്നു. ഫോൺ വെച്ച് തിരിഞ്ഞ് യാദവ് കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന ആമിയെയാണ്. അവൻ തന്നെ കണ്ടു എന്ന് തോന്നിയതും ആമി വേഗം തൻ്റെ മുഖം മാറ്റി. യാദവ് അവരുടെ ഇടയിലേക്ക് വന്നതും ഇന്ദു അമ്മയോടൊന്നുകൂടെ യാത്ര പറഞ്ഞ് യാദവിനെ ഒന്ന് നോക്കിയതിനു ശേഷം ആമി അവരുടെ കൂടെ കാറിലേക്ക് കയറി. 3 കാറിലാണ് അവർ കാളിയാർ മഠത്തിലേക്ക് പോയത്. കാറിലേക്ക് കയറുന്നതിന് മുൻപ് ആമി ഒന്നുകൂടെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. അവരെ യാത്രയാക്കാൻ യാദവും സേവ്യറും ഇന്ദു അമ്മയും പുറത്തു തന്നെയുണ്ട്. ആ വീട്ടിലേക്ക് നോക്കിയതും ആമിയുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. വളരെ കുറച്ച് ദിവസമാണ് ഇവിടെ നിന്നതെങ്കിലും മറക്കാൻ കഴിയാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ തനിക്ക് സമ്മാനിച്ചിടം, അതിലുപരി തനിക്കൊരുപാട് പ്രിയപ്പെട്ട ഇടം. 3 കാറുകളിലായാണ് അവർ കാളിയാർ മഠത്തിലേക്ക് തിരിച്ചത്. 2ാമത്തെ കാറിൽ ആമിയോടൊപ്പം ലച്ചുവും ചെറിയമ്മമാരുമുണ്ട്. കുറച്ചു നേരത്തെ യാത്രയ്ക്കു ശേഷം ആമി കാളിയാർ മഠത്തിലെത്തിയതും നേരത്തെ പോയ മുത്തശ്ശി ആമിയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. പിന്നെ ആമി നേരെ അവരുടെ പഴയ മുറിയിലേക്ക് പോയി. ഒന്ന് നന്നായി കുളിച്ച് പുറത്തേക്ക് വന്നതും ഹിമചെറിയമ്മ അവൾക്കുള്ള ജ്യൂസുമായി വന്നിരുന്നു. അത് കുടിച്ചതിനു ശേഷം ആമി ബെഡിലേക്കിരുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ ഭാഗമായുള്ള അലച്ചിൽ കൊണ്ട് ആമിക്ക് കാൽ രണ്ടും വല്ലാത്ത വേദനയും നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. കാലുകൾ നീട്ടി ബെഡിലേക്കിരിക്കുമ്പോൾ കാൽ തന്നിൽ നിന്ന് അടർന്നു പോകുന്നത് പോലെയുള്ള വേദന അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒന്ന് കണ്ണടച്ച് ബെഡ് റെസ്റ്റിലേക്ക് ചാരുകയും അവളുടെ മനസ്സിലേക്ക് വന്നത് തൻ്റെ കാലുകൾ തടവി തരുന്ന യാദവിൻ്റെ ചിത്രമായിരുന്നു. ആമി പോയതിനു പുറകെ യാദവും സേവ്യറും ഓഫീസിലേക്ക് പോയി. ഇന്ദു അമ്മ തൻ്റെ ആശ്രമത്തിലേക്കും. തൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് യാദവ് ഓഫീസ് ക്യാബിനിൽ തന്നെ കുറച്ചു നേരം ഇരുന്നു. പെട്ടെന്ന് അവൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നതും യാദവിൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയി. അതിൽ തെളിഞ്ഞു കാണുന്ന മെസ്സേജ് കണ്ടതും യാദവിൻ്റെ ഉള്ളിൽ ഒരു അപായമണി മുഴങ്ങി. പിന്നെ ഒന്നും നോക്കാതെ വേഗം തൻ്റെ ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. കാളിയാർ മഠത്തിന് മുൻപിൽ തൻ്റെ കാറ് നിന്നതും യാദവ് വേഗം പുറത്തേക്കിറങ്ങി. രാത്രി 8 മണിക്കാണ് യാദവ് കാളിയാർ മഠത്തിലെത്തിയത്. ഹാളിൽ എല്ലാവരും സംസാരിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരെയും നോക്കിക്കൊണ്ട് യാദവ് വീടിനകത്തേക്ക് പോയി. ഹാളിലിരിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വേഗം പടികൾ കയറി തൻ്റെ മുറിയിലേക്ക് പോയി.
ആമിയെ ഹാളിൽ കാണാതായപ്പോഴേ അവൻ ഉറപ്പായിരുന്നു അവൾ തൻ്റെ മുറിയിൽ ഉണ്ടാകുമെന്ന്. മുറിയിലേക്ക് കയറിയതും യാദവിൻ്റെ കണ്ണുകൾ ആദ്യം പോയത് ബെഡിലേക്കാണ്. ബെഡിൽ ക്ഷീണിച്ചുറങ്ങുന്ന ആമിയെ കണ്ടതും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ ടവലും എടുത്ത് അവനൊന്ന് ഫ്രഷായി. കുളിച്ചു വരുമ്പോഴും ആമി നല്ല ഉറക്കത്തിലാണ്. അവനൊന്ന് നോക്കിയതിനു ശേഷം ആമിയുടെ അടുത്തേക്ക് പോയി. മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ക്ഷീണവും അവളുടെ കാലുകളിൽ കാണുന്ന പതിവിൽ കൂടുതൽ നീരും അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവളുടെ കവിളിൽ നിന്ന് തലോടിക്കൊണ്ട് യാദവ് പതിയെ ആമിയെ വിളിച്ചുണർത്തി. അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്ന ആമി യാദവിനെ കണ്ടതും ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ക്ഷീണം കൊണ്ട് വീഴാൻ പോയവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് ചാരിയിരുത്തി.